മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അതൃപ്തി. സമിതിയിലെ ആളെണ്ണം കൂട്ടിയിട്ടും നാമമാത്രമായ പരിഗണന മാത്രമേ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂവെന്ന് ഗ്രൂപ്പ് വിമർശനമുയർത്തുന്ന സാഹചര്യത്തിലാണ് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അംഗങ്ങളുടെ എണ്ണം 36ലേക്ക് ഉയർത്തിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാനാണ് 21 അംഗ രാഷ്ട്രീയകാര്യ സമിതിയെ ജംബോ കമ്മിറ്റിയാക്കിയത്. 19 പേരാണ് പുതുമുഖങ്ങൾ. ശശി തരൂർ അടക്കം 5 MPമാരെ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ KC വേണുഗോപാൽ പക്ഷത്തിനാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് തമ്മിൽ ഇപ്പോൾ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. സമിതിയിലെ ആളെണ്ണം കൂട്ടിയിട്ടും അർഹതപ്പെട്ട പരിഗണന നാമമാത്രമായ പരിഗണന മാത്രമേ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് ഗ്രൂപ്പ് ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം. പാർട്ടി വേദിയിൽ ഒട്ടും സജീവമല്ലാത്തവരെ പോലും രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ചേർത്തിട്ടുണ്ടെന്നും ഗ്രൂപ്പുകൾ വിമർശിക്കുന്നുണ്ട്. കൂടാതെ MPമാരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തെരഞ്ഞെടുത്ത മാനദണ്ഡം ശരിയല്ലെന്നും നിർണായക ചർച്ച നടക്കേണ്ട കമ്മിറ്റിയിൽ ആളെ കുത്തി നിറച്ചെന്നും വ്യാപക വിമർശനവുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 5 ഒഴിവുകളായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിൽ നികത്തേണ്ടിയിരുന്നത്. അതായത് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ, അടൂർ പ്രകാശ്, MK രാഘവൻ, ആന്റോ ആന്റണി, മറ്റൊന്ന് ഹൈബി ഈഡൻ എന്നീ MPമാർ സമിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. AP അനിൽകുമാർ, കൂടാതെ സണ്ണി ജോസഫ്, റോജി M ജോൺ, ഷാഫി പറമ്പിൽ എന്നിവരാണ് പുതിയതായി എത്തിയ MLAമാർ എന്ന് പറയുന്നത്. ജോസഫ് വാഴക്കൻ, N സുബ്രഹ്മണ്യൻ, അജയ് തറയിൽ, VS ശിവകുമാർ, ശൂരനാട് രാജശേഖരൻ, ജോൺസൺ എബ്രഹാം എന്നിവർക്ക് പുറമെ ചെറിയാൻ ഫിലിപ്പിനെ സമിതിയിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, വനിതകളുടെ പ്രാതിനിധ്യം 1 നിന്ന് 4 വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പുതിയ പരിഷ്കരണം. ഷാനിമോൾ ഉസ്മാനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിനെയും ബിന്ദു കൃഷ്ണയെയും PK ജയലക്ഷ്മിയെയും പുതുതായി ചേർത്തിട്ടുണ്ട്. നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച മുൻ KPCC പ്രസിഡന്റ് VM സുധീരനെയും ഇപ്പോൾ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി യോഗങ്ങളിൽ പോലും സജീവമല്ലാതിരുന്ന മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും സമിതിയിൽ എടുത്തിട്ടുണ്ട്. ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. ശരി സൂര്യഗായത്രി, രാഷ്ട്രീയകാര്യ സമിതി രൂപീകരണത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് അതൃപ്തി. MPമാരെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് തിരഞ്ഞെടുത്ത മാനദണ്ഡം ശരിയായില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. അതേസമയം വനിതകളുടെ പ്രാതിനിധ്യം 1 നിന്ന് 4 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് സൂര്യഗായത്രിയാണ്.